വൺസ് അഗെയിൻ എല്ലാവർക്കും ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയത് എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ഗ്രാവിറ്റി ഡാമിനെ കുറിച്ചായിരുന്നു. അതിൽ ഡാംസിൽ ആക്ട് ചെയ്യുന്ന ഒരു 7 എക്സ്റ്റേണൽ ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയി തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ഗ്രാവിറ്റി ഡാം ഫെയിലാവാൻ സാധ്യതയുണ്ട് എന്ന ടോപ്പിക്കാണ്. ഗ്രാവിറ്റി ഡാംസിൻ്റെ ഡെഫിനിഷൻ ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സിനെ സ്വന്തം വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഡാംസുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗ്രാവിറ്റി ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ മേസണറി കൺസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺക്രീറ്റ് കൺസ്ട്രക്ഷനും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാവിറ്റി ഡാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫെയിലാവാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫെയിലിയർ ഓഫ് ഗ്രാവിറ്റി ഡാം. മോഡ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ക്രൈറ്റീരിയ ഫോർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഓഫ് ഗ്രാവിറ്റി ഡാംസ്. എ ഗ്രാവിറ്റി ഡാം മേ ഫെയിൽ ഇൻ ദ ഫോളോയിങ് വേസ്. ഫസ്റ്റ് വൺ, by overturning or rotation about the toe. The next mode of failure is by crushing. Next failure is that by development of tension causing ultimate failure by crushing. Next, by shear failure called sliding. The last one is the failure may occur at the foundation plane, that is at the base of the dam, or at any other plane at a higher level. അപ്പോൾ ഇത്രയും മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഫെയിലിയേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിൽ വരുന്ന ആദ്യത്തെ മോഡ് ഓഫ് ഫെയിലിയർ ആണ് ഓവർടേണിങ്. ഓവർടേണിങ് കാരണം ഗ്രാവിറ്റി ഡാംസ് ഫെയിലാവാം. എപ്പോഴായിരിക്കും ഓവർടേണിങ് കാരണം ഗ്രാവിറ്റി ഡാം ഫെയിലാവുന്നത്? ഇഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ഡാം അറ്റ് എനി ഇറ്റ്സ് സെക്ഷൻസ് പാസസ് ദ ടോ, ദ ഡാം ഷാൾ റൊട്ടേറ്റ് ആൻഡ് ഓവർടേൺ എബൌട്ട് ദി ടോ. ഒരു ഗ്രാവിറ്റി ഡാമിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു ഡാംസിൻ്റെ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിട്ടാണ് സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ, അതിനെ നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞു. അതുപോലെ അപ്സ്ട്രീം സൈഡിലെ വാട്ടർ പ്രഷർ ഹൊറിസോണ്ടലായി ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് നിർത്തുന്നുണ്ടല്ലേ, അതിലൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഡാം സ്ട്രക്ചറിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ ടൈൽ വാട്ടർ ഉണ്ടെങ്കിൽ ആ ടൈൽ വാട്ടറിൻ്റെ ഫോഴ്സും ഡാം സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മേജർ ഫോഴ്സസ് ഒക്കെയാണ് ഒരു ഗ്രാവിറ്റി ഡാമിന് മേലെ ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഒരു മൊമെൻറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി ഡാമിന് മേലെ ഒരു മൊമെൻറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാംസിലെ ടോപ്പ് പോർഷനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റ് പറയാറുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ഡാം പോർഷന് ഒരു ഹീൽ പോർഷനും അതുപോലെ തന്നെ ടോപ്പ് പോർഷനും ഉണ്ടെന്ന്. അതിലെ ടോപ്പ് പോർഷനെ ബേസ് ചെയ്തിട്ടാണ് ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുള്ളത്. സോ ഈ ടോനെ ബേസ് ചെയ്ത് ഈ വാട്ടർ പ്രഷർ കൊണ്ട് ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ആ മൊമെൻ്റ് ഉണ്ടാക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുപോലെ ഇവിടെ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷറും ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ ടൈൽ വാട്ടർ കൊടുക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും അല്ലേ, അതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫോഴ്സസും ഒരു മൊമെൻ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ടോനെ ബേസ് ചെയ്തിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് ചിലത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ചിലത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണ് വരുന്നത്. ഇതിൽ ക്ലോക്ക് വൈസ് വരുന്ന മൊമെൻ്റ് എല്ലാം ഓവർടേണിങ് മൊമെൻ്റ് ആണ്. ഏതൊക്കെയായിരുന്നു ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്ന മൊമെൻറ്റ്സ്? ആദ്യത്തേത് വാട്ടർ പ്രഷർ, അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് പ്രഷറും ക്ലോക്ക് വൈസ്
മൊമെൻ്റാണ് ആക്ട് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന ഓവർടേണിംഗ് മൊമെൻറ്റ്സ്. ഈ ക്ലോക്ക് വൈസിലുള്ള മൊമെൻ്റൊക്കെ വരുന്ന സമയത്ത് ഈ ടോനെ ബേസ് ചെയ്ത് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഓവർടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ കുറിച്ചാണ്. ഇനി പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ കുറിച്ചാണ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്താ ചെയ്യുന്നത്? ഓവർടേണിംഗ് ചെയ്യാൻ പോകുന്ന ഡാമിനെ തിരിച്ച് ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിങ് ഫോഴ്സസ് കാരണം അല്ലെങ്കിൽ മൊമെൻറ്റ്സ് കാരണം ഈ ഡാംസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റ്സിനെ ഓവർടേണിംഗ് മൊമെൻറ്റ്സ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റ്സിനെ റെസിസ്റ്റിംഗ് മൊമെൻറ്റും എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി സച്ച് എ കണ്ടീഷൻ ഷാൾ നോട്ട് അറൈസ് as the dam will fail such earlier by compression. The ratio of the righting moments about toe to the overturning moments about toe is called the factor of safety against overturning. Its value generally varies between 2 and 3. ഇനി ഓവർടേണിംഗ് ഫെയിലിയർ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഓവർടേണിംഗ് മൊമെൻറ്റ് റെസിസ്റ്റിംഗ് മൊമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർടേണിംഗ് മൊമെൻറ്റ് എത്രയാണോ അതിൻ്റെ 2 times ഓർ 3 times ആയിരിക്കും റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷനിൽ ആ സ്ട്രക്ചർ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അവിടെ നിന്നോളൂ. സോ അങ്ങനത്തെ കണ്ടീഷനിൽ ഡാം ഫെയിൽ ആവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടി പറയാം. ഇവിടെ ഓവർടേണിംഗ് മൊമെൻറ്റ് റെസിസ്റ്റിംഗ് മൊമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർടേണിംഗ് മൊമെൻറ്റ് എത്രയാണോ അതിൻ്റെ 2 or 3 times ആയിരിക്കണം റെസിസ്റ്റിംഗ് മൊമെൻറ്റ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ആ ഒരു സ്ട്രക്ചർ ഡാം സ്ട്രക്ചർ അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിന്നോളും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡാം സ്ട്രക്ചർ ഫെയിൽ ആവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ സമ്മേഷൻ ഓഫ് റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സമ്മേഷൻ ഓഫ് ഓവർടേണിംഗ് മൊമെൻറ്റ് ഗ്രേറ്റർ ദാൻ 2 or 3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ ഓവർടേണിംഗ് ഫെയിലിയറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് മോഡ് ഓഫ് ഫെയിലിയർ ആണ് കംപ്രഷൻ ഓർ ക്രഷിംഗ്. എ ഡാം മേ ഫെയിൽ ബൈ ദ ഫെയിലിയർ ഓഫ് ഇറ്റ്സ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ദ കംപ്രസീവ് സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് മേ എക്സീഡ് ദ അലോവബിൾ സ്ട്രെസ്സസ് ആൻഡ് ദ ഡാം മെറ്റീരിയൽ മേ ഗെറ്റ് ക്രഷ്ഡ്. ദ വെർട്ടിക്കൽ ഡയറക്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ബേസ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ P is equal to direct stress plus bending stress. എപ്പോഴായിരിക്കും നമ്മുടെ ഗ്രാവിറ്റി ഡാം ക്രഷ് ചെയ്തു പോവുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നത്? നമുക്കറിയാം ഗ്രാവിറ്റി ഡാംസ് ഒന്നെങ്കിൽ മേസണറി സ്ട്രക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കാം. ഈ സ്ട്രക്ചേഴ്സ് ക്രഷ് ചെയ്തു പോവുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക, ഈ കണ്ടീഷൻസ് എപ്പോഴായിരിക്കും വരുന്നത്? ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ അവിടുത്തെ മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3000 kN/m². ആണ്. ഇതാണ് ഇവിടുത്തെ കോൺക്രീറ്റിനൊക്കെ അലോ ചെയ്യാൻ പറ്റുന്ന കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായിരിക്കും കണ്ടീഷൻ? ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ സ്ട്രെസ് നോക്കിയാൽ മതി. ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. ഇവിടെ സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. പി മാക്സ് ഓർ മിനിമം ഇസ് ഈക്വൽ ടു സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് 6E ബൈ ബി. അപ്പോൾ ഈ ഇക്വേഷനിൽ പ്ലസും മൈനസും വരുന്നുണ്ടല്ലേ. ഇവിടെ സ്ട്രെസ് 2 വിധത്തിലുള്ളതുകൊണ്ടാണ് അവിടെ പ്ലസും മൈനസും വന്നത്. അതിൽ പി മാക്സ് ആണെങ്കിൽ പ്ലസ് യൂസ് ചെയ്യാം, പി മിനിമം ആണെങ്കിൽ മൈനസാണ് യൂസ് ചെയ്യുന്നത്. വേർ സിഗ്മ വി ഈസ് ഈക്വൽ ടു ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്. സിഗ്മ വി എന്ന് പറയുന്നത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ബി റെപ്രസെൻറ്റ് ബേസ് വിഡ്ത്ത്. ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡാമിൻ്റെ ബോട്ടം വിഡ്ത്തിനെയാണ്. ദെൻ ഇ ഈസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ബേസ്. ഈ എന്ന് മീൻ ചെയ്യുന്നത് എസെൻട്രിസിറ്റി ആണ്. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഡാം കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊരു ബോട്ടം എടുത്തിട്ടുണ്ടല്ലേ, അതുപോലെ ആ ഡാമിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന്
എത്ര ദൂരം മാറിയിട്ടാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്, ആ ദൂരത്തിനെയാണ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് എസെൻട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും വാല്യൂസൊക്കെ നമുക്കറിയാമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബേസ് വിഡ്ത്ത് എത്രയാണെന്ന് അറിയാം. എസെൻട്രിസിറ്റി എത്രയാണ് അറിയാമെങ്കിൽ നമുക്കെന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഇക്വേഷനാണ് പി മാക്സ് ഓർ മിനിമം ഇസ് ഈക്വൽ ടു സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് 6 ഇ ബൈ ബി. ഇവിടെ നമ്മൾ പി മാക്സ് കണ്ടുപിടിച്ചു. അത് 3000 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? നമ്മുടെ ഡാം ക്രഷായി പോവും. അതുപോലെ തന്നെ പി മാക്സ് 3000-ലും കുറവാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ ഒരു ഫുൾ റിസർവോയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ കണ്ടീഷനിലുണ്ടാവുന്ന കംപ്രഷൻ്റെയും ക്രഷിങ്ങിൻ്റെയൊക്കെ വാല്യൂസാണ് അല്ലെങ്കിൽ സ്ട്രെസ്സസിൻ്റെയൊക്കെ ഡയഗ്രാംസാണ് ഈ ഒരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ പി മാക്സും അതുപോലെ തന്നെ പി മിനിമം ഒക്കെ കാണിച്ചിട്ടുണ്ട്. പി മിനിമം എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പി മാക്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പി മിനിമം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ അതിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനാണ് ടെൻഷൻ. Masonry and concrete gravity dams are usually designed in such a way that no tension is developed anywhere, because these material cannot withstand sustained tensile stresses. If subjected to such stresses, this material may finally crack. However, for achieving economy in design of very high gravity dams, certain amount of tension may be permitted under severest loading conditions. This may be permitted because of the fact that such worst loading conditions shall occur only momentarily for a little time and would neither last long nor occur frequently. The maximum permissible stress, tensile stresses for high concrete gravity dams under worst loading may be taken as 500 kN per meter square. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ നമ്മളൊരു മേസണറി ഓർ കോൺക്രീറ്റ് ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ എവിടെയും ടെൻഷൻ ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനുള്ള കാരണം ഇതിലെ മെറ്റീരിയൽസ് ഒന്നും ടെൻസൈൽ സ്ട്രെസ്സിനെ നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ ഇവിടെ ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്രാക്സ് ഫോം ചെയ്യും. ഇവിടെ എക്കോണമി ഓഫ് ഡിസൈൻ ഓഫ് ഡാമിൽ ചെറിയൊരു എമൗണ്ടിൽ ടെൻഷൻ പെർമിറ്റഡ് ചെയ്യുന്നുണ്ട് അണ്ടർ സെവറസ്റ്റ് ലോഡിംഗ് കണ്ടീഷൻ. ഒരു ഹൈ കോൺക്രീറ്റ് ഡാമിൻ്റെ മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കുന്നത് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 500 kN per meter square ആണ്. ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ വരുന്നത് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് B/6 കുറവായിരിക്കണം. അങ്ങനെ കുറവാണെങ്കിൽ ഇവിടെ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവില്ല എന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നത്. എസെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ B/6. അപ്പോൾ എസെൻട്രിസിറ്റി എന്താണെന്ന് കണ്ടു. ബി എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്താണ്, ഡാമിൻ്റെ ബോട്ടം വിഡ്ത്ത്. അപ്പോൾ ഇവിടുത്തെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്തിൻ്റെ 1/6 കുറവായിരിക്കണം. അങ്ങനെ കുറവാവുന്ന കണ്ടീഷനിൽ അവിടെ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവില്ല. ഇനി ടെൻഷൻ ക്രാക്സിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. Effects produced by tension cracks. In a dam, when such a tension crack develops, say at heel, crack width loses contact with the bottom foundation and thus becomes ineffective. ഒരു ഡാമിൽ ടെൻഷൻ ക്രാക്സ് ഡെവലപ്പ് ചെയ്താൽ ഡാംസിൻ്റെ ഹീൽ പോർഷനിലായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ ബോട്ടം ഫൗണ്ടേഷൻസിൽ ക്രാക്സ് ഫോം ചെയ്യും. അങ്ങനെ ഈ സ്ട്രക്ചർ ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എഫക്റ്റ് ഈസ് ഹെൻസ് ദ എഫക്റ്റീവ് വിഡ്ത്ത് ബി ഓഫ് ദ ഡാം ബേസ് വിൽ ബി റെഡ്യൂസ്ഡ്. ദിസ് വിൽ ഇൻക്രീസ് പി മാക്സ് അറ്റ് ദ ടോപ്പ്. അങ്ങനെ ടെൻഷൻ ക്രാക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഡാമിൻ്റെ ബേസിലുള്ള എഫക്റ്റീവ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ടോപ്പ് പോർഷനിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സ് ഇൻക്രീസ് ആവും. അങ്ങനെ സ്ട്രക്ചർ ഫെയിലിയർ ആവാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്.
The last point is, hence a tension crack by itself does not fail the structure, but it leads to the failure of the structure by producing excessive compressive stresses. In order to ensure that no tension is developed anywhere, we must ensure that P minimum is at the most equal to 0. ഇവിടെ പറയുന്നത് എവിടെയും ടെൻഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എൻഷ്യൂർ ചെയ്യാം പി മിനിമം എന്ന് പറയുന്നത് മോസ്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് പി മിനിമത്തിൻ്റെ ഇക്വേഷൻ അറിയാം, സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 - 6E ഡിവൈഡഡ് ബൈ ബി അല്ലേ? ആ ഇക്വേഷനിൽ പി മിനിമം 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്യാം, സിഗ്മ വി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 ± 6E ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 0. അതിനെ 1 - 6E ഡിവൈഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിൽ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് b/6 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് എസെൻട്രിസിറ്റി ദാറ്റ് ക്യാൻ ബി പെർമിറ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് സെൻറ്റർ ഈസ് ഈക്വൽ ടു b/6. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ്. which leads to the famous statement, the resultant must lie within the middle third portion of the dam. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഡാംസിൻ്റെ മിഡിൽ തേർഡ് പോർഷൻസിലായിരിക്കും. അപ്പോൾ ഇതിലും കൂടുതൽ എസെൻട്രിസിറ്റി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡാം സ്ട്രക്ചർ ഫെയിലിയർ ആവും. ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ മോഡ് ഓഫ് ഫെയിലിയർ ആണ്, സ്ലൈഡിംഗ്. Sliding will occur when the net horizontal force above any plane in the dam or at the base of the dam exceeds the frictional resistance developed at that level. നമ്മൾ സ്ലൈഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ നമ്മൾ ഡാംസിൽ ആക്ട് ചെയ്യുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ എന്താ, വെർട്ടിക്കൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സസും ഒരു ഡാമിന് മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ലൈഡിങ്ങിന് കാരണം മെയിനായിട്ട് വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കില്ല, നേരെ മറിച്ച് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആയിരിക്കും സ്ലൈഡിങ്ങിന് കാരണമാവുന്നത്. ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണം ഡാംസ് ചിലപ്പോൾ എന്താണ്, സ്ലൈഡ് ചെയ്യും, അതായത് നീങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെ സിഗ്മ എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സിനെ നമ്മൾ സിഗ്മ വി എന്നും റെപ്രസെൻ്റ് ചെയ്യുക. ഏതൊക്കെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ്? അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രഷറും ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദി ഡാമും ഉണ്ടല്ലേ. ദെൻ ഒരു ഫ്രിക്ഷണൽ ഫാക്ടർ ന്യൂ എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ന്യൂ ഇൻറ്റു സിഗ്മ വി എന്നതാണ്. ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റിംഗ് ഫോഴ്സസ്. ഇത് സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സ്ലൈഡിങ് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? എത്ര ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മുടെ റെസിസ്റ്റിംഗ് ഫോഴ്സസ്. ദ ഫ്രിക്ഷൻ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ടു സർഫസസ് ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് ലെസ് ദാൻ ന്യൂ ഇൻറ്റു സിഗ്മ വി. ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ന്യൂ ഇൻറ്റു സിഗ്മ വി ബൈ സിഗ്മ എച്ച് ഗ്രേറ്റർ ദാൻ 1. സിഗ്മ വി ബൈ സിഗ്മ എച്ച് എന്നത് പറയുന്നത് നിർബന്ധമായും 1നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് നോ സ്ലൈഡിംഗ് ഫെയിലിയർ. സ്ലൈഡിംഗ് കാരണം ഇവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവില്ല. ന്യൂ ഇൻറ്റു സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് റെപ്രസെൻറ്റ് നത്തിങ് ബട്ട് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് വിച്ച് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അടുത്ത ഒരു കണ്ടീഷനാണ് ഷിയർ ഫ്രിക്ഷൻ ഫാക്ടർ. ഇവിടെ സ്ലൈഡിംഗ് തന്നെയാണ് ഷിയർ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻ ലോ ഡാംസ് ദ സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് ഷുഡ് ബി ചെക്ക്ഡ് ഓൺലി ഫോർ ഫ്രിക്ഷൻ, ബട്ട് ഇൻ ഹൈ ഡാംസ് ഫോർ എക്കോണമിക്കൽ പ്രിസൈസ് ഡിസൈൻ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ്. ദെൻ ദ ഇക്വേഷൻ ഫോർ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് വിച്ച് ഈസ് മെഷേർഡ് ബൈ ഷിയർ ഫ്രിക്ഷൻ ബിക്കംസ്. നേരത്തെ പറഞ്ഞത് ഡാംസിൻ്റെ ബേസിലാണ് സ്ലൈഡിങ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളത് അല്ലേ? അപ്പോൾ ഒരു ലോ ഡാംസിൻ്റെയൊക്കെ കേസിൽ അവിടെ ബേസിൽ മാത്രമാണ് സ്ലൈഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. പക്ഷേ നമ്മുടെ ഡാം ഒരു ഹൈ ഗ്രാവിറ്റി ഡാംസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഡാംസിൻ്റെ ബേസിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല, മറ്റ് ജോയിൻസുകളിലും സ്ലൈഡിങ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ സ്ലൈഡിങ് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്.
അപ്പോൾ ഇവിടുത്തെ ജോയിൻസുകളിലും മറ്റും ഉണ്ടാകുന്ന ഷിയർ ഫ്രിക്ഷണൽ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. നേരത്തെയുള്ള ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ഇക്വേഷൻ ഞാൻ വായിക്കാം. ഷിയർ ഫ്രിക്ഷണൽ ഫാക്ടർ SFF = ന്യൂ ഇൻറ്റു സിഗ്മ വി ബൈ സിഗ്മ എച്ച് പ്ലസ് ബി ഇൻറ്റു ക്യൂ. അതിൽ ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡാം അറ്റ് ദി ജോയിൻസ്. ജോയിൻസിലുണ്ടാവുന്ന ഡാംസിൻ്റെ വിഡ്ത്താണ് ബി. അതിൽ എക്സ്ട്രാ വരുന്ന ഒരു വേർഡാണ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ആവറേജ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ജോയിൻസ് വിച്ച് വേരീസ് ഫ്രം എബൌട്ട് 1400 kN/m² ഫോർ പുവർ റോക്സ് ടു എബൌട്ട് 4000 kN/m² ഫോർ ഗുഡ് റോക്സ്. അപ്പോൾ ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ ഒരു പുവർ റോക്സിൻ്റെ കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഗുഡ് റോക്കിൻ്റെ കണ്ടീഷനിലും പറയുന്നുണ്ട്. പുവർ റോക്കിൻ്റെ 1400 kN/m² ആണ്. അത് ഗുഡ് റോക്സിലേക്ക് വരുമ്പോൾ 4000 kN/m²ലേക്ക് വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ന്യൂ വാല്യൂ എന്ന് പറയുന്നത് ജനറലി വേരീസ് ഫ്രം 0.65 to 0.75. ഇതൊരു ഹൈ ഗ്രാവിറ്റി ഡാമിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന ഹൊറിസോണ്ടൽ ജോയിൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഹൈ ഗ്രാവിറ്റി ഡാമിൻ്റെ ബേസിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല നമ്മളെ സ്ലൈഡിങ് ഉണ്ടാവുന്നത്. മറ്റ് ജോയിൻസുകളിലും സ്ലൈഡിങ് കാരണം ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ജോയിൻസിലുണ്ടാവുന്ന ഫെയിലിയർ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.